വൈദേശിക ശക്തികളിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് 15. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, നീതി തുടങ്ങിയ അനേക മൂല്യങ്ങളുമായി നാം രക്തത്തിനും ജീവനും പകരം കൊണ്ടതാണ് സ്വാതന്ത്ര്യം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ മറ്റൊരു സ്വാതന്ത്ര്യ ദിന സന്തോഷത്തിലാണ് ലോകമെമ്പാടുമുള്ള ഭാരതീയർ. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ഓഗസ്റ്റ് 15. ഈ ആഘോഷത്തിൽ നിന്നും ഒരു ഭാരതീയനും മാറി നിൽക്കാനാവില്ല. 1947 ഓഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിഹാരത്തിലേക്ക് പറന്നുയർന്ന ദിനമാണ്. പിറന്നു വീണ നാട്ടിൽ സ്വതന്ത്രമായി ശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട, സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സാഹചര്യങ്ങൾ വിലക്കപ്പെട്ട, അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട, പാരതന്ത്ര്യത്തിന്റെ ഉരുക്കു ചങ്ങലകളിൽ പുഴുക്കളെ പോലെ കഴിക്കാൻ വിധിക്കപ്പെട്ട ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. കീഴടക്കിയ ദേശങ്ങളിൽ നിന്നും സാമ്പത്തിക സ്രോതസ് മുഴുവനും തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി സുഖലോലുപതിയിൽ ആറാടിച്ചിരിക്കാനും എക്കാലത്തും ശ്രമിച്ച ബ്രിട്ടീഷുകാരനും പറങ്കികളും തുടങ്ങി കഴുകൻ കണ്ണുകളുമായി വട്ടമിട്ട് പറന്ന മുഴുവൻ ശക്തികളെയും അട്ടിയോടിക്കുകയും ഈ ലോകത്തിനു മുൻപിൽ തലയെഴുത്തി നൽകുന്ന ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ഗോപുരമായി ഉയർന്നു നിൽക്കാനും ഇന്ത്യ മഹാരാജ്യത്തിന് സാധിച്ചതിന് പിന്നിൽ ഓരോ ധീരദേശാഭിമാനികളുടെ കണ്ണീരിന്റെ, രക്തത്തിന്റെ, ജീവന്റെ വിലയുള്ള കഥകളുണ്ട്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും സ്വാതന്ത്ര്യത്തിനായി സ്വരന്തിയ ഓരോ മഹാത്മാരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. തങ്ങളുടെ ജീവൻ ബലി നൽകേണ്ടി വന്നാലും പിൻതലമുറക്കാർ സ്വതന്ത്രമായി വിശ്വസിക്കണമെന്ന നിർബന്ധ ബുദ്ധിയാണ് അവരെ സമരാവേശത്തിന്റെ സംഘബോധത്തിലേക്ക് നയിച്ചത്. കാലാന്തരത്തിൽ പക്ഷേ രാജ്യം കലാപകലുഷമാകുന്നതും വർഗീയതയുടെ വിളനിലമാകുന്നതും നാം കാണുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം ഇല്ലാതാകുന്നു. മതനിരപേക്ഷത തകർക്കാൻ വർഗീയ ശക്തികൾ കാലങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ലാത്ത നിലയിൽ മനുഷ്യാവകാശ ലംഘനങ്ങളും അക്രമങ്ങളും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അരങ്ങേറുന്നതും മതഭ്രാന്ത് പിടിച്ച ഒരു വിഭാഗം നിയമങ്ങൾ പോലും കൈയാളുന്നതും നമ്മൾ കണ്ടു. എങ്കിലും പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ട്. പ്രളയം, കോവിഡ്, ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ഒന്നൊന്നായി വന്നപ്പോൾ നാം ജാതിമത വർഗ രാഷ്ട്രീയ ഭേദമന്യേ കൈകോർത്തു. അതൊരു വലിയ പ്രതീക്ഷയാണ്. ഭാരതത്തോടുള്ള സ്നേഹം വികാരത്തിൽ നിന്നും പ്രവർത്തനത്തിലേക്ക് കടന്നു വരട്ടെ. ഐക്യബോധവും